എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വൈകുന്നേരം ചായയ്ക്ക് ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കേട്ടോ. വൈകുന്നേരം നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ പുറഭാഗമൊക്കെയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ട് വരുന്ന അടിപൊളി സ്നാക്സ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. നമ്മുടെ സ്നാക്സ് റെഡിയാക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒരു അര ടീസ്പൂൺ എടുത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ പകുതി മെൽറ്റായിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ ബട്ടറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടറും ആ ഉപ്പുമായിട്ട് ഇതേപോലെ പതുക്കെ ഒന്നുങ്ങി യോജിപ്പിച്ചതിന് ശേഷം ഇളം ചൂടുള്ള ഒരു അര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിളപ്പിച്ച വെള്ളമൊന്നും വേണ്ട, ഒരു ഇളം ചൂട് അത്രമാത്രം മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ 1 കപ്പ് മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നോക്കിയിട്ട് ബാക്കി കുറച്ച് മൈദ ചേർത്ത് ശരിക്കും ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ 1 കപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. കണ്ടതാ, നമ്മളിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൈദയുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങിനുള്ള പരിപാടികൾ ഒന്ന് നോക്കാം. ഇവിടെ ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഓയിലും കൂടി ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് ചതച്ചെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചതാണെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറുന്നവരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്നുങ്ങ് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ പതുക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിനകത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഇതേപോലെ പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കനത്തിലൊന്നും ആവരുത്, തീരെ കനം കുറച്ച് ഇതേപോലെ ഒന്നുങ്ങ് കട്ട് ചെയ്ത് ചേർക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിലും പതുക്കെ ഒന്നുങ്ങ് വാടി വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി പതുക്കെ ശരിക്കും ഒന്നുങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെയും ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുളക് പൊടിയാണ്. ഇതിപ്പോൾ എരിവുള്ളതും കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്തതാണ്. ഏകദേശം 1 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ആ പച്ചമണം നന്നായിട്ട് ഒന്നുങ്ങ് മാറുന്നത് വരെ ശരിക്കും ഒന്നുങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ എപ്പോഴും പൊടികൾ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായി. ഇനി ഇതിനകത്തേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ആദ്യമേ ചേർക്കേണ്ട, ഇതേപോലെ പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് ചേർത്ത് പതുക്കെ ഒന്നുങ്ങ് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. പെട്ടെന്ന് തന്നെ ക്യാപ്സിക്കം ഒന്നുങ്ങ് വെന്ത് വന്നോളും, അതുകൊണ്ടാണ്. അതിനുശേഷം ഇതിലേക്ക് മെയിൻ ചേരുവയായിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് ശരിക്കും ഇതേപോലെ ഒന്നുങ്ങ് പിച്ച് ഇട്ട് കൊടുത്തതാണ്. 250 ml കപ്പിന് 1 കപ്പ് ചിക്കൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പിച്ച് ഇട്ടതിന് ശേഷം 250 ml കപ്പിന് 1 കപ്പ് ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുങ്ങ് മിക്സ് ചെയ്ത് എല്ലാം തട്ടിപ്പൊത്തി വെച്ച് ശരിക്കും ഒന്ന് മസാലയൊക്കെ ആയിട്ട് യോജിക്കാനായിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, ഒരു 4-5 മിനിറ്റ് ഏറ്റവും കൂടി പോയാൽ അത് മതിയാവും. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ശരിക്കും ഒന്നുങ്ങി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കന് പകരം വേണമെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ മുട്ടയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെറുതായിട്ട് ഒന്നുങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ടേസ്റ്റിന് വേണ്ടി ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ സോസുകളൊന്നും വേണ്ട, ടൊമാറ്റോ സോസും അതേപോലെ തന്നെ നാരങ്ങ നീരും അത്രമാത്രം മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അകത്ത് വയ്ക്കുന്ന ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കയ്യിലെടുത്ത് ഒന്നും കൂടി നന്നായിട്ടങ്ങ് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ 2ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടതാ ഇതേപോലെ. അതിനുശേഷം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കലാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നന്നായിട്ട് 2 വശത്തൊന്നും ആക്കിയിട്ട് നല്ലോണം തന്നെ ഒന്നുങ്ങ് പരത്തിയെടുക്കാം. അത് നമ്മുടെ ചപ്പാത്തി കോല് ഉപയോഗിച്ച് എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം തന്നെ ഒന്നുങ്ങ് പരത്തിയെടുക്കുന്നുണ്ട്.
കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ഇപ്പം ഞാൻ ദാ ഇവിടെ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഈ ഒരു വലിപ്പമുള്ള റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടി വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതേപോലെ കുട്ടി കുട്ടി റൗണ്ട് ആകുമ്പോൾ കാണാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. ഒരുപാടങ്ങ് ചെറുതായി കട്ട് ചെയ്യരുത് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലെങ്കിലും വേണം, എന്നാലാണ് ഉള്ളിൽ ഫില്ലിങ് വെച്ച് നമുക്ക് ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കി വന്ന മൈദ നമ്മുടെ ആ ഷീറ്റ് ഉണ്ടല്ലോ ബാക്കി വന്നത്, അത് നമ്മളങ്ങ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്ങും കൂടി അങ്ങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങിന് ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നങ്ങ് മാറി വന്നിട്ടുണ്ട്. ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ എത്രത്തോളം കൊള്ളോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ, അതിനുശേഷം കയ്യിലെടുത്ത് ഇതേപോലെ 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലിട്ട് ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇങ്ങ് വിട്ടുപോരും, അതുകൊണ്ടാണ് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ സ്നാക്സും നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സൈഡ് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് ശരിക്കും ഒന്ന് നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടതാ ഇതേപോലെ. അങ്ങനെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഒരു 14 എണ്ണം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഒരേ വലിപ്പത്തിലും ഒരേ ഷേപ്പിലും തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ മുട്ടയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ, കുറച്ചധികം തന്നെ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. കൂടെ തന്നെ ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലെക്സ് നന്നായിട്ടൊന്ന് കൈവച്ച് അങ്ങ് പൊടിച്ചെടുത്താലും മതിയാവും. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്സും നമ്മുടെ മുട്ടയിലും മുക്കി അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ 2 വശം ഇതേപോലെ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കോട്ട് ചെയ്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്നാക്സ് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ നമ്മൾ സൂക്ഷിച്ചാലും മതിയാവും കേട്ടോ. ഒരു ബോക്സിനകത്താക്കിയിട്ട് നന്നായിട്ട് ഫ്രീസറിൽ ഒരു 2-3 ആഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം എപ്പോഴാണോ ഫ്രൈ ചെയ്യുന്നത് അതിന് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ച് ആ വലിയ തണുപ്പൊക്കെ നാറിക്കഴിയുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് നേരിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ സ്നാക്സും ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു വശമൊക്കെ റെഡിയായി കഴിയുമ്പോൾ പതുക്കെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സ്നാക്സൊക്കെ റെഡിയാക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും വെക്കാനായിട്ട് കേട്ടോ. കണ്ടതാ 2 വശം നന്നായിട്ടൊന്നങ്ങ് മുരിഞ്ഞ് റെഡിയായി വന്നപ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുവാണ്. കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ സ്നാക്സും പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പുറംഭാഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ്, ഉള്ളിലാണെന്നുണ്ടെങ്കിലും ചെറിയൊരു എരിവുള്ള ഫില്ലിങ്ങോട് കൂട്ടിയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മുട്ട വേവിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ ചിക്കന് പകരമായിട്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കണ്ടതാ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ നേരത്ത് നല്ല ചൂടോടുകൂടി സോസിൻ്റെയൊക്കെ കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.